Welcome to NCERT Plus 1 and Plus 2 Physics. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ NCERT എക്സസൈസ് പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളത് കണ്ടിന്യൂ ചെയ്യാം. സോ ദിസ് ഈസ് ദ 12th question. Okay, compute the fractional change in volume of a glass slab when subjected to hydraulic pressure of 10 atm. A fractional change in volume of the glass slab and fractional change means the change in volume to the initial volume. That is the fractional change in volume. That is the fractional. So that is fractional change in volume. That is delta V by V. That is fractional change in volume. That is change in volume to original volume. അപ്പം ഒരു ഗ്ലാസ് സ്ലാബിന്റെ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത് when it is subjected to hydraulic pressure of 10 atm. അപ്പം അവിടെ ഹൈഡ്രോളിക് പ്രഷർ കൊടുക്കുന്നത് അപ്ലൈ പ്രഷർ എന്ന് പറയുന്നത് 10 atm ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ ഇതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ atm എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ 1 atm is equal to 1.013 into 10 power 5 Pascal. So, upon Pascal, therefore 10 atm means 10 into 1.013 into 10 power 5 Pascals. Pascal. And namukariya pressure തന്നിട്ടുണ്ടെങ്കിൽ fraction change in volume കണ്ടുപിടിക്കാം from the equation bulk modulus is equal to P divided by delta V by V. The change in pressure divided by fractional change in volume എന്ന് പറയുന്നതാണ് bulk modulus. ഇവിടെ exactly pressure തന്നിട്ടുണ്ട്. So this is P by delta V by V. അപ്പം ഇവിടെ അറിയേണ്ടത് ഗ്ലാസിന്റെ ബൾക്ക് മോഡുലസ് ആണ്. എനിക്കൊന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ബൾക്ക് മോഡുലസിന്റെ വാല്യൂ തന്നിരിക്കും. ഈ വാല്യൂ കാണാതെ പഠിക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സോ ബൾക്ക് മോഡുലസ് ഓഫ് ഗ്ലാസ് വേണം. ദാറ്റ് ഈസ് ഗിവൺ ബൈ 37 into 10 power 9 Newton per meter square ആണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് ഡെൽറ്റ വി ബൈ വി കിട്ടും. ദാറ്റ് ഈസ് ഇത് ഈ ഇക്വേഷനിലേക്ക് ഇൻപുട്ട് ചെയ്യുമ്പോൾ എന്തോരം 37 into 10 power 9 is equal to 10 into 1.013 into 10 power 5 divided by delta V by V. നമുക്ക് delta V by V ആണ് വേണ്ടത്. delta V by V is equal to 10 into 1.013 into 10 power 5 divided by 37 into 10 power 9. ഇത് workout ചെയ്യുമ്പോൾ you will get the answer, that is a fractional change in volume as 2.73 into 10 power minus 5. Okay, ഇതാണ് question. ഈ next question നോക്കാം. Determine the volume contraction. Okay, determine the volume contraction of a solid copper cube 10 centimeter on edge when subjected to hydraulic pressure of 7 into the 10 power 6 Pascal. Okay, അപ്പോൾ ഇവിടെ വോളിയം കോൺട്രാക്ഷൻ എത്രമാത്രം വോളിയം ആണ് റെഡ്യൂസ്ഡ് ആയത് എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ ഹിയർ ചോദിച്ചിരിക്കുന്ന ഡെൽറ്റ വി എന്താണെന്നുള്ളത് എത്രമാത്രം റെഡ്യൂസ്ഡ് ആയെന്നുള്ളതാണ് വോളിയം കോൺട്രാക്ഷൻ. ആൻഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു സോളിഡ് കോപ്പർ ക്യൂബ് എന്നാണ് തന്നിരിക്കുന്നത്. ഒരു കോപ്പർ ക്യൂബ് ആണ്. ആൻഡ് അതിന്റെ ക്യൂബിന്റെ ലെങ്ത് ആണ് ഒരു ക്യൂബിന്റെ സൈഡ്സിന്റെ ഡയമെൻഷൻ ആണ് 10 സെന്റിമീറ്റർ. ഓക്കെ, എഡ്ജ് ലെങ്ത് അല്ലെങ്കിൽ അതിന്റെ ക്യൂബ് ഇസ് എന്താണ് 10 സെന്റിമീറ്റർ ആണ് അതിന്റെ ക്യൂബിന്റെ സൈഡ്സിന്റെ ലെങ്ത്. അപ്പം അത് അങ്ങനെ ഒരു സോളിഡ് കോപ്പർ ക്യൂബ് ഒരു ഹൈഡ്രോളിക് പ്രഷർ ഇത്രയും പ്രഷർ 7 to 10 power 6 പാസ്കൽ പ്രഷർ അതിന് അനുഭവപ്പെടുമ്പോൾ അത് എത്രമാത്രം വോളിയം കോൺട്രാക്ഷൻ ആണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് പ്രഷറും തന്നിട്ടുണ്ട്. പ്രഷർ ഇസ് ഗിവൺ ബൈ 7 into 10 power 6 പാസ്കൽ തന്നെയാണ് തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന എഡ്ജ് ലെങ്ത് ഓഫ് ദ ക്യൂബ് ആണ്. ദാറ്റ് ഇസ് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 10 power minus 2 ഇൻറ്റു 10 power minus 2 ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ ആണ്. ദാറ്റ് ഇസ് 10 into 10 power minus 2. അപ്പോൾ ഇവിടെ നമ്മളോട് വോളിയം കോൺട്രാക്ഷൻ ആണ്. നമുക്ക് ഇതിന്റെ അകത്ത് നിന്നും നമുക്ക് ഇവിടെയും വേണ്ട ഒരു സാധനം ബൾക്ക് മോഡുലസ് ഓഫ് the equation we'll be using is B is equal to P by delta V by V. So from here നമുക്ക് എന്ത് കിട്ടും? delta V by V is equal to
P by V, or നമുക്ക് delta V ആണ് വേണ്ടത്. Delta V is P by B into V. ഇത് യൂസ് ചെയ്താൽ മതിയാകും. അപ്പൊ ഇവിടെയും വേണ്ടത് ആരാണ്? ബൾക്ക് മോഡുലസ് ഓഫ് സോറി നോട്ട് P by V. ഈ V അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മുകളിൽ വരും. ഓക്കെ, PV by V. ഓക്കെ, PV by V. സോ ഇവിടെയും നമുക്ക് വേണ്ട ഒരു കാര്യം, വോളിയം ഓഫ് ക്യൂബ് നമുക്ക് അറിയാം. വോളിയം ഓഫ് ക്യൂബ് എന്ന് പറഞ്ഞാൽ സൈഡ് ലെങ്ത് തന്നിട്ടുള്ളത് കൊണ്ട് വോളിയം ഓഫ് ക്യൂബ് L ക്യൂബ് ആണ്. ലെങ്ത്തിന്റെ ക്യൂബ് എടുത്താൽ മതി. സോ 10 into എഡ്ജ് ലെങ്ത്തിന്റെ ക്യൂബ് എടുത്താൽ മതി. 10 to 10 power minus 2 the whole ക്യൂബ് എടുത്താൽ മതി. ആൻഡ് ബൾക്ക് മോഡുലസ് ഓഫ് സോളിഡ് കോപ്പർ എന്താന്ന് അറിഞ്ഞിരിക്കണം. എനിക്ക് തോന്നുന്ന എക്സാമിന് ഈ ബൾക്ക് മോഡുലസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് തരും, അത് പഠിക്കേണ്ട കാര്യമില്ല. സോളിഡ് കോപ്പർ ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗിവൺ ബൈ 140 into 10 power 9 ആണ്. ഓക്കെ, സോ ഡെൽറ്റ വി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? പ്രഷർ എന്ന് പറയുന്നത് 7 into 10 power 6 into V എന്ന് പറയുന്നത് 10 into 10 power minus 2 the whole cube divided by B എന്ന് പറയുന്നത് 140 into 10 power 9. So ചെയ്യുമ്പോൾ you will get as 5 into 10 power minus 8 meter cube എന്ന് കിട്ടും. ഓക്കെ, മീറ്റർ ക്യൂബ് കിട്ടും. നമുക്ക് സെന്റിമീറ്റർ ക്യൂബിൽ വേണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം. സെന്റിമീറ്റർ ക്യൂബിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് 1 centimeter ക്യൂബ് എന്ന് പറയുന്നത് നമ്മൾ മീറ്റർ ക്യൂബിലേക്ക് മാറ്റണമെങ്കിൽ യു ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ബൈ 10 power minus 6. 10 power minus 6 കൊണ്ടിനെ ഡിവൈഡ് ചെയ്യും. സോ മീറ്റർ ക്യൂബിനെ സെന്റിമീറ്റർ ക്യൂബിലേക്ക് ആക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക വിത്ത് 10 power minus 6. സോറി, മൾട്ടിപ്ലൈ ചെയ്യുക വിത്ത് 10 power 6. അപ്പൊ അങ്ങനെ 10 power 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 5 into 10 power minus 2 centimeter ക്യൂബ് എന്ന് വേണമെങ്കിൽ സെന്റിമീറ്റർ ക്യൂബിൽ എക്സ്പ്രസ് ചെയ്യാം. സോ യുവർ ആൻസർ ഈസ് 0.05 സെന്റിമീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബിൽ ഇട്ടാലും മതി, അതർവൈസ് സെന്റിമീറ്റർ ക്യൂബിൽ ഇടാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ നോക്കുക. Anvils made of single crystal of diamond with a shape as shown in figure 9.14 are used to investigate the behavior of metals under very high pressure. അപ്പം ഇതുപോലത്തെ ആൻവിൽസ് വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സിംഗിൾ ക്രിസ്റ്റൽ ഓഫ് ഡയമണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കിയ ആൻവിൽസ് ആണ് ടു സ്റ്റഡി ദ മെറ്റീരിയൽ അണ്ടർ ഹൈ പ്രഷർ. So flat face at the narrow end of the anvil have a diameter of 0.50 millimeter. അപ്പം ആ ആൻവിലിന്റെ ഡയമീറ്റർ, നാരോ എൻഡിലെ അതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഇസ് ഗിവൺ ആസ് 0.50 millimeter. ഓക്കെ, സോ 0.50 millimeter. അപ്പൊ നമ്മൾ മില്ലിമീറ്ററിനെ നമുക്കറിയാം, മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് 10 power minus 3. സോ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.50 നമുക്ക് എപ്പോഴും SI യൂണിറ്റ്സിൽ വേണമല്ലോ. സോ ഇൻറ്റു 10 power minus 3 meter. Okay, so and the wide ends are subjected to compression force. And the wide ends ഒരു compressional force ആണ് കൊടുക്കുന്നത്. So ഇവിടുത്തെ force is compressional and that force is given by 50,000 Newton. What is the pressure at the tip of the anvil? See, pressure ന്റെ അല്ലെങ്കിലുള്ള ഫോർമുല pressure is always what? Force per area, അല്ലെ? Force per area. അപ്പം ഇവിടെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സർക്കിൾ ആണ്. സോ സർക്കിളിന്റെ ഏരിയ എടുത്താൽ മതി. F by സർക്കിളിന്റെ ഏരിയ ഇഫ് ദ റേഡിയസ് ഇസ് r then it is pi r square. അപ്പൊ ഡയമീറ്റർ നമ്മൾക്ക് അറിയാം, ഡയമീറ്റർ ഇസ് ദിസ് മച്ച്. സോ റേഡിയസ് എന്ന് പറയുന്ന റേഡിയസ് ദാറ്റ് ഇസ് r is half of that. So 0.50 by 2, 0.50 into 10 power minus 3 by 2. That means 0.25 into 10 power minus 3 meter. ഇതാണ് റേഡിയസ്. റേഡിയസും ഉണ്ട്, ഫോഴ്സും ഉണ്ട്. ജസ്റ്റ് ഇൻപുട്ട് ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ദ ആൻസർ. സോ പ്രഷർ ഇസ് ഗിവൺ ബൈ 50,000 ഡിവൈഡഡ് ബൈ 5 means 3.14 into r എന്ന് പറയുന്നത് 0.25 into 10 power minus 3 the whole square. സോ ഇതിന്റെ ആൻസർ കിട്ടും 2.55. വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 2.55 into 10 power 11 പാസ്കൽസ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. A rod of length 1.05 meter having negligible mass is supported at its ends by 2 wires of steel and aluminum of equal length. ഇവിടെ 2 വയർ ഉണ്ട്. ഇത് സ്റ്റീൽ, A എന്ന് പറയുന്ന സ്റ്റീലും B എന്ന് പറയുന്ന അലൂമിനിയം ആണ്. ആ 2 വയേഴ്സിലും ഒരു എന്താണ് മാസ് കെട്ടിയിട്ടുണ്ട്, ഒരു പർട്ടിക്കുലർ മാസ്. ആ ഒരു റോഡ്
ഒരു റോഡ് ഇങ്ങനെ ഈ രണ്ട് വയേഴ്സിലും, ഈ റോഡിന്റെ രണ്ടിനും ലെങ്ത് ഈക്വൽ ആണ്. എന്നിട്ടൊരു ഇങ്ങനെ ഒരു റോഡ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റീൽ വെയർ ആണ്. ദിസ് ഇസ് സ്റ്റീൽ ആൻഡ് ദിസ് ഇസ് അലൂമിനിയം. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു റോഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ റോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന 1.05 മീറ്റർ. The cross-section area of the wires A and B are 1 millimeter square ആണിത് and 2 millimeter square. അപ്പം സ്റ്റീലിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 1 millimeter square, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് അലുമിനിയം വരുന്നത് 2 millimeter square ആണ്. At what point along the road should a mass N be suspended in order to produce equal stress, and the second one equal strain in both steel and strain wire? Okay, 1 second. അപ്പം ഈ ഒരു ഇതാണല്ലോ നമ്മുടെ റോഡ്. ദിസ് ഈസ് അവർ റോഡ്. ഈ റോഡിന്റെ ഏത് ഭാഗത്ത്, അതായത് ഈ ഒരു ഭാഗത്താണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ ഒരു മാസ് നമുക്ക് സസ്പെൻഡ് ചെയ്യണം. അങ്ങനെ മാസ് സസ്പെൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കേസിൽ എന്താണ്, ഈ രണ്ട് വയറിന് അനുഭവപ്പെടുന്ന സ്ട്രെസ് ഈക്വൽ ആവുന്ന തരത്തിൽ, അതായത് ഈ രണ്ട് വയേഴ്സിനും അനുഭവപ്പെടുന്ന ഫോഴ്സ് പെർ ഏരിയ ഈക്വൽ ആവുന്ന തരത്തിൽ ഒരു മാസ് സസ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ആ സസ്പെൻഡ് ചെയ്യുന്ന എവിടെ ആയിരിക്കണം, ഇത് എവിടെ ആയിരിക്കണം എന്ന് വെച്ചാൽ നമ്മളിപ്പം റെഫറൻസ് എന്ന് പറഞ്ഞ വരെ എടുക്കുകയാണെങ്കിൽ എന്ന് ഇവിടം വരെ വരുന്ന ആ ഡിസ്റ്റൻസ് എത്രയാണ്, സപ്പോസ് ഇഫ് ദാറ്റ് ഇസ് എക്സ്, ആ എക്സ് എത്രയാണ്. ഇനി രണ്ടാമത്തെ കേസിൽ ചോദിച്ചിരിക്കുന്നത് ഏത് പോയിന്റിലാണ് ഈ മാസ് സസ്പെൻഡ് ചെയ്യേണ്ടത്, സച്ച് ദാറ്റ് ഈ രണ്ട് വയറിലും ഈക്വൽ സ്ട്രെയിൻസ് അനുഭവപ്പെടുന്നു. ഈ ഒരു അവർക്കുണ്ടാകുന്ന ഇലോങ്ങേഷൻ ഈക്വൽ ആവണമെങ്കിൽ ഏത് സ്ഥലത്തിലായിരിക്കണം ഈ മാസ് സസ്പെൻഡ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ സി ദിസ് ഇസ് സ്റ്റീൽ ആൻഡ് ദിസ് ഇസ് അലുമിനിയം. അത് ഓർത്തിരിക്കാം. അപ്പം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് വി ക്യാൻ യൂസ് ദ ഇക്വേഷൻ. സി യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീലിനെ ഞാൻ YS കൊണ്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ that is we have the equation Fs, force on the steel wire into length of the steel wire divided by area on the steel wire into change in length on the steel wire. Similarly for aluminum also I can write Young's modulus of aluminum is given by force on the aluminum wire into length of the aluminum wire divided by area of cross section of aluminum wire into change in length of the aluminum wire. ഈ ഇതിൻ്റെ അകത്ത് നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ്, നമുക്ക് തന്നിട്ടുള്ള ഇതിൻ്റെ അകത്ത് പറഞ്ഞോളെ നിങ്ങൾക്ക് എന്താണ് ഈ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീലും അതുപോലെ തന്നെ യങ്സ് മോഡുലസ് ഓഫ് നെക്സ്റ്റ് ഇവിടെ എഴുതാട്ടോ. അപ്പോൾ യങ്സ് മോഡുലസ് ഓഫ് നമ്മുടെ ഇവിടെ എഴുതാമേ. ഐ തിങ്ക് ഡയഗ്രാം മനസ്സിലായി എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത് പുറത്തിന് ഒന്നുകൂടെ കൂടി ഇവിടെ എഴുതാവേ. സോ AS അപ്പൊ പറഞ്ഞു തന്നത് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീലും യങ്സ് മോഡുലസ് ഓഫ് അലുമിനിയവും ഒന്നും തന്നിട്ടില്ല. പക്ഷെ എക്സാമിന് ഉറപ്പായിട്ടും അത് തരും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ആ വാല്യൂ നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് എഴുതുകയാണ്. ദാറ്റ് ഇസ് ദിസ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ. ഓക്കെ, യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ, ഈ വാല്യൂ ദാറ്റ് ഇസ് YS which is given by 2 into 10 power 11 Newton per meter square. എക്സാമിന് ഇത് തരുമായിരിക്കും. ആൻഡ് യങ്സ് മോഡുലസ് ഓഫ് അലുമിനിയം, സ്റ്റീൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത് ഈ വാല്യൂ വേണമെങ്കിൽ ബൈഹേർട്ട് ആക്കാൻ പറ്റും. ആൻഡ് യങ്സ് മോഡുലസ് ഓഫ് അലുമിനിയം which is given by YA is equal to this value is 7 into 10 power 10 Newton per meter square. ആൻഡ് ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് തന്നിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ ക്രോസ് സെക്ഷണൽ ഏരിയാസും തന്നിട്ടുണ്ട്. മില്ലിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. സി മില്ലിമീറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാൻ മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് 10 power -3. ഇവിടെ തന്നിരിക്കുന്ന എന്താണ്, മില്ലിമീറ്റർ ഏരിയ ആണ് തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഹിയർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. സോ മില്ലിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കാൻ വേണ്ടി ഈ 10 power -3യുടെ സ്ക്വയർ എടുക്കുക. ദാറ്റ് ഈസ് യു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 10 power -6 കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ 1 ഉം 2 ആണ് റെസ്പെക്റ്റീവ്ലി. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് steel which is denoted by A subscript S is given by 1 millimeter square which is equal to 1 into 10 power -6 meter square. And area of cross section of aluminum, which is given by A is equal to 2 millimeter square which is equal to 2 into 10 power -6 meter square.
അപ്പം തൽക്കാലം നമ്മൾ ഇപ്പം let the mass be at x distance from A എന്ന് എടുക്കാന്ന് വിചാരിക്കാം. Mass be at x distance from A, from the steel wire. Okay, steel wire A. ഇവിടെ എഴുതുമ്പോൾ വേറെ വേണ്ട. ഓക്കെ, അതായത് നമ്മളിപ്പോ ചിന്തിക്കുകയാണ്, നമ്മള് ഈ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ഇനി ഇപ്പൊ ചിന്തിക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതിന്റെ ഫസ്റ്റ് സെക്ഷൻ ഈക്വൽ സ്ട്രെസ് അനുഭവിക്കണമെങ്കിൽ സ്റ്റീൽ വയറിനും അലൂമിനിയം വയറിനും ഈക്വൽ സ്ട്രെസ് ആണ് തോന്നണമെങ്കിൽ, ഫോഴ്സ് പെർ ഏരിയ ഈക്വൽ ആയിട്ടാണ് അതിന് വരണമെങ്കിൽ മാസ് എവിടെ തൂക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം വിവരിക്കാൻ പോകുന്നത്. അപ്പൊ ആ മാസ് തൽക്കാലം നമ്മൾ പറയണം ഒരു എക്സ് ഡിസ്റ്റൻസിന്റെ ഇപ്പുറത്തുള്ള സ്ഥലത്ത് തൂക്കിയാൽ ഈ സ്ട്രെസ് ഓൺ എയും സ്ട്രെസ് ഓൺ ബിയും ഈക്വൽ ആവുമെന്ന് നമ്മൾ ആദ്യം എടുക്കുകയാണ്. ആ ഒരു ഫസ്റ്റ് പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യാൻ അങ്ങനെ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആ ഡിസ്റ്റൻസിന്റെ പ്രത്യേകതയാണ് നമ്മൾ അവിടെ ഈക്വൽ സ്ട്രെസ് ആണെന്നാണല്ലോ എടുക്കുന്നത്. ഇപ്പൊ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ സ്ട്രെസ് ഇസ് ഗിവൺ ബൈ ഫോഴ്സ് പെർ ഏരിയ, റൈറ്റ്? ഇപ്പൊ ഫോഴ്സ് പെർ ഏരിയ മീൻസ് അത് രണ്ടും സ്ട്രെസ് ഈക്വൽ ആണെന്നാണല്ലോ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ സ്ട്രെസ് ഈക്വൽ ആണെന്നാണ് എഴുതിയത്. സോ സ്ട്രെസ് ഓൺ സ്റ്റീൽ വയർ എന്ന് പറഞ്ഞാൽ Fs ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്റ്റീലും, സ്ട്രെസ് ഓൺ അലൂമിനിയം വയറും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് അലൂമിനിയം വയറും ഈക്വൽ ആയിരിക്കും, അല്ലേ? അത് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ സ്റ്റീൽ വയറും ഫോഴ്സ് എക്സേർട്ടഡ് പെർ ഏരിയ ഓൺ സ്റ്റീൽ വയറും ഫോഴ്സ് എക്സേർട്ടഡ് പെർ ഏരിയ ഓൺ അലൂമിനിയം വയറും ഈക്വൽ ആണെന്നുള്ള കണ്ടീഷനാണ്. അപ്പം ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് എസും എയും അറിയാവുന്നതുകൊണ്ട് തന്നെ Fs ബൈ Fa നമുക്ക് എഴുതാമല്ലോ. Fs ബൈ Fa is equal to As by Aa. So area of cross section of steel wire എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു 1 into 10 power minus 6 meter square. Area of aluminum, area of cross section of aluminum wire 2 into 10 power minus 6 meter square. So this answer is 0.5. That is Fs by Fa എന്ന് പറയുന്നത് ഇത് നമുക്ക് കിട്ടി. Fs by Fa എന്ന് പറയുന്നത് നമുക്ക് 0.5 ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ മൊമെന്റ് ഓഫ് ഫോഴ്സ് എടുക്കാം. About the point of suspensionൽ നമുക്ക് മൊമെന്റ് ഓഫ് ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഈ പടം ഇവിടെ തിരിച്ചു പോകാണ്ടിരിക്കാൻ, ഇതാണ് നമ്മുടെ സ്റ്റീൽ വയർ, ഇതാണ് നമ്മളുടെ അലൂമിനിയം വയർ. ഓക്കെ, അപ്പം നമ്മളുടെ ഇങ്ങനെ ഒരു മാസ് ഇതിൻ്റെ അകത്തുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഒരു റോഡ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ സപ്പോസ് ഇവിടെ ഒരു മാസ് ഹാങ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മാസ് ഇസ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം ഹിയർ. അപ്പം ഈ പോയിന്റിൽ നിന്നും ഞാൻ മൊമെന്റ് ഓഫ് ഫോഴ്സ്, ദാറ്റ് ഇസ് ഞാൻ ടോർക്ക് അബൌട്ട് ദിസ് പോയിന്റ് എടുക്കുകയാണ്. സപ്പോസ് ഞാൻ ഈ മാർക്ക് പോയിന്റിനെ സി എന്ന് മാർക്ക് ചെയ്യുവാണെങ്കിൽ ടോർക്ക് അബൌട്ട് ദാറ്റ് പോയിന്റ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഇസ് ഈ വിത്ത് റെസ്പെക്ട് ടു സ്റ്റീൽ വയർ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഇവിടം വരെയുള്ളത് ഫോഴ്സ് എക്സേർട്ടഡ് സ്റ്റീൽ വയറും ആ സ്റ്റീൽ വയറിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് എക്സ്. ദാറ്റ് ഇസ് Fs into x. This should be equal to, ഇവിടെ ബാലൻസ് ചെയ്യുമല്ലോ, ടോർക്ക് അബൌട്ട് ദിസ് പോയിന്റ്. സോ ഇനി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ അലൂമിനിയം വയർ, ദാറ്റ് ഇസ് Fa into അലൂമിനിയം വയറും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. മൊത്തം ഡിസ്റ്റൻസ് 1.05 ആണ്. സോ ബാക്കിയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1.05 മൈനസ് എക്സ് വരും. സോ Fa into 1.05 മൈനസ് എക്സ് എന്ന് വരും. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഞാൻ ഇപ്പം ഈ ഒരു Fa ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ, ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ Fs by Fa is equal to 1.05 മൈനസ് എക്സ് ബൈ ഈ എക്സിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ഡിവൈഡ് ബൈ എക്സ് എന്ന് വരും. ആൻഡ് Fs by Fയുടെ വാല്യൂ ആണ് നമുക്ക് 1.5 ആണെന്ന് അറിയാം. സോ ദിസ് ഇസ് 0.5. സോ ഈ ഇക്വേഷൻ നമ്മൾ ഇനി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടും. ദാറ്റ് ഈസ് 1.05 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0.5x. സോ 1.05 എന്ന് പറയുന്ന ഈ എക്സിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 0.5 പ്ലസ് 0.5x പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 1.5x. സോ വിച്ച് ഇംപ്ലൈസ് എക്സ് എന്ന് പറയുന്നത് 1.05 ഡിവൈഡഡ് ബൈ 1.5. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 0.7 മീറ്റർ എന്ന് വരും. അപ്പൊ സ്ട്രെസ് ഓൺ ദ ടു വയർ സെയിം ആവണമെങ്കിൽ മാസ് ഷുഡ് ബി സസ്പെൻഡഡ് at a distance of 0.7 meter from steel wire. Steel wire എന്ന് 0.7 മീറ്ററിന്റെ അപ്പുറത്ത് തൂക്കിക്കഴിഞ്ഞാൽ stresses on the two wire will be equal. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഒരു ചോദിച്ചിരുന്നത് എവിടെ ആ മാസ് തൂക്കണം such that strains equal ആവണമെങ്കിൽ ചോദിച്ചിരിക്കുന്നു.
So let see that y be the distance from steel wire where the mass is located, where the mass is suspended, such that strains are equal. Suspended such that strains are equal. Strains equal ആവുന്ന point എന്ന് പറയുന്നത് സ്റ്റീൽ വയറിന് എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ തൂക്കുമ്പോൾ സ്ട്രെയിൻസ് ഈക്വൽ ആയിട്ട് വരുവാണെന്ന് വിചാരിക്കുക. അത് നമുക്ക് ഇവിടെ ഒരു സ്റ്റീൽ വയർ ഉണ്ട്, നമുക്ക് അലൂമിനിയം വയർ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മളുടെ റോഡ്. അപ്പൊ ആ റോഡിൽ നിന്ന് സപ്പോസ് ഈ ഒരു ഡിസ്റ്റൻസ് സ്റ്റീൽ വയറിന് ഒരു വൈ അകലെയുള്ള ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ മാസ് സസ്പെൻഡ് ചെയ്യുന്ന വിചാരിക്കുക. സോ ദാറ്റ് സ്ട്രെയിൻ ഓൺ സ്റ്റീൽ വയറും എയും ഈക്വൽ ആവുന്നു നമ്മൾ വിചാരിക്കുക. അങ്ങനെ നമുക്കത് വീണ്ടും എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ സ്ട്രെയിൻ്റെ ഇക്വേഷൻ എടുക്കുക. ഇപ്പൊ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ യങ്സ് മോഡുലസ് ഇസ് ഗിവൺ ബൈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സോ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇക്വേഷൻ നമുക്ക് സ്ട്രെയിൻ എഴുതാൻ പറ്റും. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ വൈ. അപ്പം സ്ട്രെയിൻസ് ഈക്വൽ ആവുന്ന ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറയുന്നത്. സ്ട്രെയിൻസ് ഈക്വൽ ആവുന്ന ഡിസ്റ്റൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം സ്ട്രെയിൻസ് ഓൺ സ്റ്റീൽ ആൻഡ് കോപ്പർ വയർ ആർ സെയിം. സ്റ്റീൽ ആൻഡ് copper wire are same for the distance while where the mass is suspended. Okay, ഇങ്ങനെയാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സ്ട്രെയിൻസിന്റെ ഇക്വേഷൻ എഴുതും. സ്റ്റീലിനും കോപ്പറിനും സ്ട്രെയിനിന്റെ ഇക്വേഷൻ എഴുതും. സോ സ്ട്രെയിൻ ഫോർ suppose strain for steel wire. Okay, strain of steel wire എന്ന് പറയുന്നതിനെ that is stress by Young's modulus of steel അല്ലേ. അപ്പോൾ സ്ട്രെസ് ഫോർ സ്റ്റീൽ വയറിനെ സ്ട്രെസ് ഒരു സബ്സ്ക്രിപ്റ്റ് എസ് കൊണ്ട് ഞാൻ ഡിനോട്ട് ചെയ്യും. S means stress of steel wire. Okay, steel wire സ്ട്രെസ് ആണ്. And divided by Young's modulus of steel wire is ys. അതുപോലെ തന്നെ സ്ട്രെയിൻ ഓഫ് അലൂമിനിയം വയർ. സ്ട്രെയിൻ ഓഫ് അലൂമിനിയം വയറിനെ ഞാൻ സ്ട്രെസ് ഓഫ് അലൂമിനിയം വയറിനെ എസ് എ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. സി ഹിയർ എസ് എ ഇസ് ദ സ്ട്രെസ് ഓഫ് അലൂമിനിയം വയർ. ഓക്കെ, അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സ്ട്രെസ് ഓഫ് അലൂമിനിയം വയർ ഡിവൈഡ് ബൈ വൈ. അപ്പം ഈ രണ്ട് സ്ട്രെയിൻസും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ ആണെന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് മീൻസ് സ്ട്രെയിൻ ഓഫ് ദിസ് ബൈ വൈ എസ് ഇസ് ഈക്വൽ ടു എസ് എ ബൈ വൈ എ. ഇത് രണ്ടും ഈക്വൽ ആണ്. ആൻഡ് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. സ്ട്രെസ് ഈസ് ഗിവൺ ബൈ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പം നമുക്ക് അത് കൊടുക്കാം. സോ വിച്ച് ഇംപ്ലൈസ് ഫോഴ്സ് ഓഫ് സ്റ്റീൽ വയർ ഇൻ ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്റ്റീൽ വയർ ഇൻടു ബൈ എസ് ഇസ് ഈക്വൽ ടു സിമിലർലി ഫോർ ഹിയർ എഫ് എ ബൈ എ ഇൻടു വൈ എ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എഫ് എസ് ബൈ എഫ് എ എഴുതാൻ പറ്റും. സി എഫ് എസ് ബൈ എഫ് എ ഇസ് ഈക്വൽ ടു മുകളിലേക്ക് പോകുമ്പം എ എസ് വൈ എസ് ഡിവൈഡഡ് ബൈ എ എ വൈ എ. അപ്പൊ ഇതിന്റെ എല്ലാം വാല്യൂസ് നമ്മളുടെ കയ്യിലുണ്ട്. എ എസ് എന്ന് പറയുന്നത് 1 × 10⁻⁻6, എ എന്ന് പറഞ്ഞാൽ 2 × 10⁻⁻6, യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ വയർ 2 × 10⁻11, യങ്സ് മോഡുലസ് ഓഫ് അലുമിനിയം വയർ 7 × 10⁻10. സോ ഇത് ചെയ്യുമ്പോൾ 10/7 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ടോർക്ക് എടുക്കുകയാണ്. അത് ഈ പോയിന്റിന്റെ this is steel wire and this is our aluminum wire. അപ്പം ഈ മാസ് തൂക്കിയിട്ടിരിക്കുന്ന ഈ പെർട്ടിക്കുലർ പോയിന്റ് is at a distance of y എന്നല്ലേ പറഞ്ഞു. അപ്പം ഈ സപ്പോസ് ഇഫ് ദിസ് പോയിന്റ് is C, നമ്മൾ വീണ്ടും ടോർക്ക് അബൌട്ട് C എടുക്കും. മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് C എടുക്കുമ്പോൾ you will get that is force exerted by the steel wire into ഈ about C അല്ലേ. അപ്പം സ്റ്റീൽ വയറും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ y, ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു ദ ഫോഴ്സ് ഓഫ് ദ അലുമിനിയം വയർ, ഫോഴ്സ് എക്സെപ്റ്റ് ദ അലുമിനിയം വയർ, ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അലുമിനിയം വയർ ആൻഡ് ദ പോയിന്റ് സി. ഇപ്പോൾ ഫുൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.05 ആണ്. അപ്പം ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1.05 മൈനസ് y. സോ 1.05 മൈനസ് y. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എഫ് എസ് ബൈ എഫ് A is equal to Fs by Fa.
എഫ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, ഇതിനപ്പുറത്തേക്ക് കൊണ്ടുവരും 1.05 ആൻഡ് എഫ് എസ് ബൈ എഫ് യുടെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടി 10/7. സോ ദിസ് ഇസ് 10/7. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാം. Okay, so this is the solving the number cross multiplying. So 10y is equal to 7 into 1.05 by 7 into 1.05 minus 7 by. So then you will get 17 by 7 17 by. So 17y is equal to 7.35. or y is equal to 7.35 divided by 17 is equal to 0.43. അത് സ്റ്റീൽ വയറിന് 0.43 ഡിസ്റ്റൻസിന് അപ്പുറം ആ മാസ് സസ്പെൻഡ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ആ സ്ട്രെയിൻസ് എന്ന് പറയുന്നത് രണ്ട് വയറിന് അനുഭവപ്പെടുന്ന സ്ട്രെയിൻ ഈക്വൽ ആണെന്ന്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Two strips of metal are reverted together at their ends by 4 reverts. രണ്ട് സ്ട്രിപ്പ് ഓഫ് മെറ്റലിനെ റൈവേർട്ട് ചെയ്തിരിക്കുകയാണ് ഒരുമിച്ച് ബൈ 4 റൈവേർട്സ് ഉണ്ട്. ഈച്ച് ഓഫ് ഡയമീറ്റർ 6 മില്ലിമീറ്റർ. അപ്പം നമുക്ക് കിട്ടി ഇവിടെ തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ എഴുതാം. റൈവേർട്ടിന്റെ ഓരോന്നിന്റെയും ഡയമീറ്റർ ആണ് 6 മില്ലിമീറ്റർ. സോ സി മില്ലിമീറ്ററിനെ നമുക്ക് എന്ത് ചെയ്യണം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് 10⁻³ സോ ഡയമീറ്റർ ഈസ് 6 millimeter, which is equal to 6 into 10⁻³ meter. So what is the maximum tension that can be exerted by the riveted strip if the shearing stress on the rivet is not to exceed 6.9 into 10⁻⁷ Pascal? Okay. അപ്പോൾ മാക്സിമം ഷിയറിംഗ് സ്ട്രെസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിന് അനുഭവിക്കാൻ പറ്റുന്ന മാക്സിമം ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് 6.9 into 10⁻⁷ Pascal ആണെന്നാണ് തന്നിരിക്കുന്നത്. മാക്സിമം അതിൻ്റെ ഉള്ള ഷിയറിംഗ് സ്ട്രെസ് ആണ് 6.9 into 10⁻⁷ പാസ്കൽ. ഇതാണ് മാക്സിമം ഷിയറിംഗ് സ്ട്രെസ് എങ്കിൽ എത്രമാത്രം മാക്സിമം ടെൻഷൻ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാം എന്നുള്ളതാണ്. എത്രമാത്രം മാക്സിമം ടെൻഷൻ റൈവേർട്ടഡ് സ്ട്രിപ്പിന് എക്സേർട്ട് ചെയ്യാം ഇഫ് ഷിയറിംഗ് സ്ട്രെസ് മാക്സിമം വിച്ച് ക്യാൻ ഓൾറെഡി 6.9 into 10⁻⁷ ആണെങ്കിൽ. അപ്പൊ എത്രമാത്രം മാക്സിമം ടെൻഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ടെൻഷൻ ഫോഴ്സ് മാക്സിമം ടെൻഷൻ എത്രയാണെന്നുള്ളതാണ്. ദാറ്റ് ഇസ് ദ മാക്സിമം ഫോഴ്സ്. യു ക്യാൻ സേ ദിസ് ഇസ് ദ ഫോഴ്സ്. എത്രമാത്രം ഫോഴ്സ് ആണ് മാക്സിമം എഫ് മാക്സ് മാക്സിമം ഫോഴ്സ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അസ്യൂം ദാറ്റ് ഈച്ച് റിവേർട്ട് ഈസ് ടു ക്യാരി 1/4 ഓഫ് ദ ലോഡ് ആൻഡ് ഓരോ റിവേർട്ടും ലോഡിന്റെ ഒരു ക്വാർട്ടർ, അത് 1/4 ഓഫ് ദ ലോഡാണ് ഓരോ റിവേർട്ടും ക്യാരി ചെയ്യുന്നെങ്കിൽ ഈ മാക്സിമം ടെൻഷൻ റൈവേർട്ടഡ് സ്ട്രിപ്പിന് എക്സേർട്ട് ചെയ്യുന്ന മാക്സിമം ടെൻഷൻ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയും ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ജസ്റ്റ് ദ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഡയമീറ്ററിന്റെ അത് നമുക്ക് റേഡിയസ് ചെയ്താൽ ഡയമീറ്ററിന്റെ പകുതി 6 into 10⁻⁻³ പകുതി എന്ന് പറയുന്നത് 3 into 10⁻⁻³. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വിൽ ബി സർക്കിൾ. സോ നമുക്ക് ഏരിയയും കണ്ടുപിടിക്കാൻ പറ്റും. ഏരിയ ഈസ് πr². അതുണ്ട്. അപ്പം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എഫ് ഇസ് ഈക്വൽ ടു മാക്സിമം ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ ആ ഫോഴ്സ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഒരു റിവേർട്ടിന്റെ ആയിരിക്കും കിട്ടുക. അപ്പൊ നമ്മൾ ഒരു റിവേർട്ടിന്റെ നമുക്ക് കിട്ടുള്ളൂ. അപ്പം എല്ലാ റിവേർട്ടിന്റെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, ഒരു റിവേർട്ട് എന്താണ് ലോഡിന്റെ 1/4 എന്താണ് എടുക്കുന്നുള്ളൂ. സോ മൊത്തം വരുന്നത് നമ്മൾ 4 കൊണ്ട് ഫൈനലാൻസിന്റെ മാക്സിമം ടെൻഷന് മൾട്ടിപ്ലൈ ചെയ്യിപ്പിച്ചാൽ മതി. സോ ദ ഫോഴ്സ് ഇസ് ഗിവൺ ബൈ എന്താണ്, ഇതിനെ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഇസ് 6.9 into 10⁻⁷ into area. That is 6.9 into 10⁻⁷ into πr², 3.14 into 3 into 10⁻⁻³ the whole square. So ഇത് ചെയ്ത് കഴിയുമ്പോൾ you will get it as 1949.9 ന്യൂട്ടൺ. ഇത്രയും കിട്ടും. അപ്പം മാക്സിമം ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മാക്സിമം ടെൻഷൻ കിട്ടാൻ വേണ്ടി എന്താണ് നമ്മൾ കാര്യം, ഓരോ ലോഡും 1/4 ഓഫ് ദ ലോഡിൽ ഒരു റിവേർട്ട് ക്യാരി ചെയ്യുന്നുള്ളൂ. അപ്പം ഓരോ ലോഡിലും പിന്നെ മാക്സിമം ടെൻഷൻ
ഒരു റൈറ്റ് ലൈൻ കിട്ടാൻ 1949 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വിൽ ഗെറ്റ് ദ ആൻസർ 7799.7 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. The Marina Trench is located in the Pacific Ocean, and at one place it is nearly 11 kilometers beneath the surface of the water. Marina Trench ന്റെ ലൊക്കേഷൻ തന്നിട്ട് അതിൻ്റെ ഒരു പ്ലേസിലത് 11 കിലോമീറ്റർ വെള്ളത്തിൻ്റെ സർഫസിൽ നിന്ന് 11 കിലോമീറ്ററിൻ്റെ അടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. The water pressure at the bottom of the trench is about 1.1 into 10 power 8 Pascal. ഇത് വാട്ടർ പ്രഷർ, ട്രെഞ്ചിന്റെ ബോട്ടത്തിലുള്ള വാട്ടർ പ്രഷർ ഇത് 1.1 to 10 power 8 പാസ്കൽ. ഓക്കെ, അപ്പം ഒരു സ്റ്റീൽ ബോൾ, അതിന്റെ ഇനീഷ്യൽ വോളിയം 0.32 മീറ്റർ ക്യൂബ് ആണ്. ഇറ്റ്സ് ഡ്രോപ്ഡ് ഇൻ ടു ദ ഓഷൻ. ഒരു സ്റ്റീൽ ബോൾ ആ ഓഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു ആൻഡ് ഫോൾസ് ടു ദിസ് ബോട്ടം ഓഫ് ദ ട്രെഞ്ച്. ഈ ട്രെഞ്ചിന്റെ ബോട്ടത്തിലേക്ക് അത് വീഴുന്നു. വാട്ട്സ് ദ ചേഞ്ച് ഇൻ വോളിയം ഓഫ് ദ ബോൾ വെൻ ഇറ്റ് റീച്ചസ് ദ ബോട്ടം? അത് വാട്ട്സ് ദ ചേഞ്ച് ഇൻ വോളിയം ഓഫ് ദ ബോൾ മീൻസ് വാട്ട് ഈസ് ഡെൽറ്റ വി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വാട്ടർ പ്രഷർ തന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദ ട്രെഞ്ച്, അതുപോലെ തന്നെ അതിന്റെ ഇനീഷ്യൽ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അതൊരു സ്റ്റീൽ ബോൾ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം അത് കൊണ്ട് തന്നെ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. B is equal to P by delta V by V എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സോ ദറ്റ് മീൻസ് ദിസ് ഇസ് ഈ ഡെൽറ്റ വി ബൈ വി ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷനെ മുകളിലേക്ക് കൊണ്ടുവന്ന് പി വി ബൈ ഡെൽറ്റ എന്ന് എഴുതാറോ. സോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡെൽറ്റ വി ആണ്. ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, പി വി ബൈ വി. ഓക്കെ, അപ്പൊ ഇവിടെ അറിയേണ്ട ഒരു കാര്യം, വാട്ട് ഇസ് ദ ബൾക്ക് മോഡുലസ് ഓഫ് സ്റ്റീൽ അറിയണം. കാര്യം ബോൾ സ്റ്റീലിന്റെ മെറ്റീരിയൽ കൊണ്ടാണ്. സോ ബൾക്ക് മോഡുലസ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 1.6 into 10 power 11 Newton per meter square. ഈ വാല്യൂ എക്സാമിന് തരുമായിരിക്കും. ഓക്കെ, സോ പ്രഷർ എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? MC പ്രഷർ ഓൾറെഡി ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. 1.1 into 10 power 8 പാസ്കൽ എന്നുണ്ട്. അപ്പൊ പ്രഷർ 1.1 into 10 power 8 into ഈ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ വോളിയം, ദാറ്റ് ഇസ് 0.32 മീറ്റർ ക്യൂബ്. ഇനീഷ്യൽ വോളിയം ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഇസ് ദ വോളിയം ഹിയർ ഇൻ ദിസ് ഇക്വേഷൻ. ഡിവൈഡ് ബൈ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ 1.6 into 10 power 11. So when you do this, you will get the answer as 0.22 into 10 power minus 3. Okay, otherwise this much meter cube. 2.2 into 10 power minus 4 meter cube. Okay, so idana change in volume. This is the change in volume of the ball when it reaches the bottom of the trench. Okay, അപ്പം ഇത്രയും വോളിയം, ഇത് വോളിയം അവിടെ റെഡ്യൂസ് ചെയ്യും. ഇത്രയും വോളിയം അതിന്റെ കുറയും. ഇത്രയും പ്രഷറിലാണ് താഴെ കിടക്കുന്നത്. അപ്പൊ അതിന്റെ അത്രയും വോളിയം കുറഞ്ഞു പോകും. Okay, so here comes the end of this chapter and problems. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്റർ ആയ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യാം. സോ താങ്ക് യു.